ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ബൈബിൾ പഠനം തുടരുകയാണ്. ഇത് 3-ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം, ഇല്ലേ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പോലും, ഒന്ന് ഗ്രഹിക്കണമെങ്കിൽ പോലും, അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതുകൊണ്ട് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അവിടുത്തെ കൂട്ടായ്മ ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവെ, അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് വേണം. പോരാ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വേണം. അത് മനോഹരമായൊരു ഗാനമായി എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്താണ് നാം പാടിയത്? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ്റെ കാവൽ, പ്രൊട്ടക്ഷൻ വേണം, പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ വേണം. അതൊരു സ്വർഗീയ അനുഭവമാണ്, അതൊരു മഹാഭാഗ്യമാണ്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്നാൽ നമുക്ക് വഴിത്തെറ്റ് വരികയില്ല. കർത്താവിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നാം പരിശുദ്ധാത്മാവിൻ്റെ പേരുകളെക്കുറിച്ച് ചിന്തിച്ചു, പരിശുദ്ധാത്മാവിനെ സാദൃശ്യവൽക്കരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. കഴിഞ്ഞ 2 എപ്പിസോഡുകളായി കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു. ഇന്നിപ്പോൾ ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കാരണം ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ മനസ്സിൽ തോന്നുന്നത്, ആ തോന്നൽ തന്നെ തരുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ പറഞ്ഞത് 66 പുസ്തകങ്ങളുള്ള ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ എനിക്കൊന്ന് പഠിക്കണം, എനിക്കൊന്ന് മനസ്സിലാക്കണം, അങ്ങനെ ഒരു തോന്നൽ, ഒന്ന് ബൈബിൾ വായിക്കണം, ഒന്ന് ഗ്രഹിക്കണം എന്നെല്ലാം തോന്നുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കാൻ, അത് അനുഭവിക്കാൻ, അത് മനസ്സിലാക്കാൻ തോന്നുന്നത് അതിലും സ്പെഷ്യൽ ഗ്രേസാണ്. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കാൻ, അതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് വേദപുസ്തകത്തിലുള്ള 66 പുസ്തകങ്ങളിൽ എവിടെയെല്ലാം ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിവിധ പേരുകളിലും വിവിധ സാദൃശ്യങ്ങളിലും അവിടെ തെളിഞ്ഞോ ഒളിഞ്ഞോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുള്ളതായ പഴയ നിയമത്തിൽ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 ബുക്കുകൾ പെന്ററ്റ്യൂക്ക് എന്ന് പറയും. ഈ 5 ബുക്കുകൾ എഴുതിയത് മോശയാണ്. മോശ നമുക്കറിയാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പ്രവാചകനായിരുന്നു. മാത്രമല്ല, മോശയെക്കുറിച്ച് ദൈവം പറയുന്നത് ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു. 600,000 ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിച്ച ദൈവത്തിൻ്റെ വ്രതനായിരുന്നു. കർത്താവിന് സ്തോത്രം. മോശ എഴുതിയ പുസ്തകങ്ങളാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങൾ. സ്തോത്രം. അതിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സ്വർഗീയ പിതാവാം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, പോരാ സൃഷ്ടിപ്പ് നടത്തിയത്. അവിടെ നാം പിതാവാം ദൈവത്തെയാണ് ദർശിക്കുന്നതെങ്കിലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, വചനം ജഡമായി തീർന്നു. അതാണ് ക്രിസ്തു. ആ ജഡമായി തീർന്ന വചനം ആദിയിലുണ്ടായിരുന്നു.
ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, അവൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്നുവെന്ന്. യേശുക്രിസ്തു അന്നേ ഉണ്ട്. പിതാവാം ദൈവത്തെ എവിടെയെല്ലാം കാണുന്നു അവിടെ പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പുത്രൻ തമ്പുരാൻ എവിടെയെല്ലാം കാണുന്നു അവിടെയെല്ലാം പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പരിശുദ്ധാത്മാവിനെ എവിടെയെല്ലാം കാണുന്നു അവിടെ പുത്രനുമുണ്ട്, ക്രിസ്തുവുണ്ട്, അവിടെ പിതാവാം ദൈവമുണ്ട്. ത്രിത്വം, ട്രിനിറ്റി, അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുള്ളതായ ആ പുസ്തക സംഗ്രഹത്തിൽ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സ്തോത്രം. ഭൂമി പാഴായും ശൂന്യമായി വരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്. വേദപുസ്തകത്തിൽ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ദൈവത്തിൻ്റെ ആത്മാവെന്നാണ്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അരൂപിയാണ്. ഇങ്ങനെ പല പേരുകളിൽ പരിശുദ്ധാത്മാവിന്, ഏതാണ്ട് 21 പേരുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. സ്തോത്രം. ഇനി അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷനാണ് നാം കാണുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എവിടെ? ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചത്? ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ഇരുളൊന്ന് മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ഇരുളുള്ള സ്ഥലത്ത് വെളിച്ചമായി പരിശുദ്ധാത്മാവ് വരും. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, അല്ല ദൈവവേലയുടെ സാഹചര്യങ്ങളിൽ, എവിടെയെല്ലാം അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ അവിടെയെല്ലാം ഇറങ്ങി വന്ന് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്തിനാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്? ഇരുള് മാറ്റാനാണ്. കർത്താവിൻ്റെ സ്തോത്രം. വെള്ളത്തിന്മേലെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, പരിവർത്തിക്കുന്ന ആത്മാവ്, പ്രവർത്തന നിരതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പ്രായോഗികമായി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാണ്. പ്രിയ മകനെ, പ്രിയ മകളെ, നിൻ്റെ ജീവിതത്തിൽ പരിവർത്തിക്കാൻ, ഇരുളുള്ള നിൻ്റെ ജീവിതത്തിൽ, വെള്ളം പോലെ തണുത്ത നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിവിടെ തരുന്നത്. നിങ്ങളുടെ ജീവിതം ചലനമറ്റതായി കിടക്കുകയാണോ? നിങ്ങളുടെ ജീവിതം നിറവില്ലാത്തതായിരിക്കുകയാണോ? രുചിയില്ലാത്തതായിട്ടിരിക്കുകയാണോ? ചലനമില്ലാത്തതായിട്ടിരിക്കുകയാണോ? അന്ധകാരം വ്യാപരിച്ചിരിക്കുകയാണോ? ഭയപ്പെടേണ്ട മകനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മകളെ, നിന്നെയും നിൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ട് നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക, പ്രവർത്തിക്കുക, ചലിക്കുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അതേ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, പരിവർത്തിച്ചാൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ വേറൊരു മർമ്മം കൂടി നിങ്ങൾക്ക് പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാലേ, പരിവർത്തിച്ചാലേ, ചലിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഇതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ഈ പരിശുദ്ധാത്മാവ് മാറി നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും നടക്കുകയില്ല, ഒരു മാറ്റങ്ങൾ നടക്കുകയില്ല, ഒരു രൂപാന്തരം നടക്കുകയില്ല. നാം മരവിച്ചു പോകും. അതുകൊണ്ട് നാം എന്നും പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കണമേ. ഇപ്പോൾ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ക്ലാസ് മാത്രമായിട്ടല്ല, ഇതൊരു പഠനം മാത്രമായിട്ടല്ല ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഒരു പഠനത്തെക്കാൾ ഉപരിയായി, അറിവ് സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു ആത്മീയ അനുഭവം, ന്യൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, പുതിയ ആത്മീയ അനുഭവം, അത് നമുക്ക് നേടിയെടുക്കണം.
അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഒന്ന് സംസാരിക്കണമേ, ഒന്ന് ഇടപെടണമേ. നാളുകളായി ചലനമറ്റ് അനുതാപം നഷ്ടപ്പെട്ട് കല്ലിച്ച ഹൃദയവുമായിരിക്കുന്ന എൻ്റെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, തീർച്ചയായും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോൾ നാം ചിന്തിച്ചത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിനുശേഷം 65 പുസ്തകങ്ങൾ കഴിഞ്ഞ് 66-ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാനത്തെ അധ്യായം 22-ാമത്തെ അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ കാണും. എന്താണിത് അർത്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവ് എവിടെയും കാണും, ഈ പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ ചുരുക്കി കാണരുത്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ മാത്രമേ വചനമുള്ളൂ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുള്ളൂ, ഞങ്ങളുടെ കൂടിയവരിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുള്ളൂ എന്ന് ചിന്തിച്ച് പരിശുദ്ധാത്മാവിനെ ചെറുതാക്കി കളയരുത്. ഈ അടുത്ത സമയം ഞാൻ ദൈവമക്കളോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്തയാണ്, അഖിലാണ്ടത്തിലൊന്നും ഒതുക്കാൻ കഴിയാത്ത ഈ പരിശുദ്ധാത്മാവിനെ വെറും നിസ്സാരരായ നമ്മൾ ഒതുക്കി നമ്മുടെ കൂട്ടായ്മയിലോ നമ്മുടെ ഭവനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രം അങ്ങനെ ഒതുക്കി വെച്ചാൽ, ആ ഒരു ചിന്താഗതി വളർത്തിയാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനിടയാവും. കാരണം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങ് അകലെ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കും, യൂറോപ്യൻ കൺട്രികളിൽ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് മാനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കും. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ കാതലായ ചലനങ്ങൾ തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? മകനെ, പരിശുദ്ധാത്മാവ് വന്നാലേ പാപബോധം ലഭിക്കൂ, പരിശുദ്ധാത്മാവ് വന്നാലേ ചലനം ലഭിക്കൂ, അനുതാപം ലഭിക്കൂ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ. നാം ആദ്യം പാടിയത് പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവെ അവിടുന്ന് എൻ്റെ കൂടെ വേണം. ഈ ഒരു പാട്ട്, ഈ ഒരു ഗാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി നമുക്ക് എടുത്താൽ ഈ പരിശുദ്ധാത്മാവ് എന്നും നമ്മുടെ കൂടെ ഇരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങ് യാത്ര ചെയ്ത് ദിഗന്ധങ്ങൾ കഴിഞ്ഞ് ആണ്ടുകളും സംവത്സരങ്ങളും കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ വെളിപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പാപബോധം കിട്ടും, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം കിട്ടും, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ദൈവിക നീതീകരണത്തെക്കുറിച്ച് ബോധ്യം കിട്ടും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ ഒരു ശക്തിയുമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേദനകളുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, പരിശുദ്ധാത്മാവ് കെട്ടുപോകും, പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു പോകും, മാറിപ്പോകും. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാനിടയാകരുത്. ഈ പരിശുദ്ധാത്മാവ്, അതുകൊണ്ടല്ലേ ദാവീദ് പ്രാർത്ഥിച്ചത്, യഹോവേ നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിൻ്റെ നല്ല ആത്മാവിനെ നേർനിലത്തിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല, നിൻ്റെ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ നല്ല ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പരിശുദ്ധാത്മാവാണ് ഏറ്റവും വിലയേറിയ നിധി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം നേടിയാലും മറക്കല്ലേ പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ നടന്നിട്ടുണ്ടോ? വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, ആ തങ്കച്ചിറകടി കൊണ്ട് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ പരിവർത്തിച്ചാൽ നിൻ്റെ ജീവിതം രാവും പകലും പോലെ മാറും. നിൻ്റെ ചില ദുസ്വഭാവങ്ങൾ മാറും, അഴുക്ക് ചിന്തകൾ മാറും, മലിന മോഹങ്ങൾ മാറും,
ഞാനോ വലിയവൻ, ഞാനോ ചെറിയവനെന്ന് ചിന്തിക്കുന്ന ചിന്താഗതികൾ മാറും. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്ന് എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് ലഭിക്കും. അത് അത്യന്ത ശ്രേഷ്ഠകരമായ കാഴ്ചപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചത്? ഇവിടെ നമുക്ക് കാണാം. അവിടെ 1-ാം അധ്യായ ആദ്യ ഭാഗങ്ങളിലെല്ലാം 1-ാം അധ്യായത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് സൃഷ്ടിപ്പാണ്. സൃഷ്ടിപ്പിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. നമുക്ക് സൃഷ്ടിപ്പ് അറിയാം ഇല്ലേ? കർത്താവ് വായ് കൊണ്ട് കൽപ്പിച്ചാണ് സൃഷ്ടിപ്പ് നടത്തിയത്. എന്നാൽ അവസാനമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മണ്ണുകൊണ്ട് എല്ലാ അവയവങ്ങളും മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ഊതി ലഭിച്ച പരിശുദ്ധാത്മാവ്, ഊതിയപ്പോൾ നമ്മിലേക്ക് വന്ന പ്രാണൻ, ആ ആത്മാവ്, അതിനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന നിരന്തരം ഞങ്ങളും അനേക ദൈവമക്കളും പറയാൻ കാരണം, ദൈവം തന്ന ആത്മാവിനെ, ദൈവം തന്ന ജീവിതത്തെ, ദൈവം തന്ന പ്രാണനെ നാം ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ഒരിക്കലും. എന്ത് നിരാശ വന്നാലും, എന്ത് ഭാരങ്ങൾ വന്നാലും, എന്ത് സങ്കടങ്ങൾ വന്നാലും, എന്ത് ആകുലങ്ങൾ വന്നാലും ഈ പരിശുദ്ധാത്മാവിനെ നശിച്ച് കളയരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്ത് കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇവിടെ ചേർത്ത് വായിക്കുമ്പോൾ പിതാവാം ദൈവം, എന്നാൽ പുത്രനാം ദൈവം അവിടെയുണ്ട്, പരിശുദ്ധാത്മാവ് തൃത്വം സൃഷ്ടിപ്പ് നടത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തി യേശുവിൻ്റെ അടുക്കിലേക്കും പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്കും നമ്മെ ആനയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവുമായി നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ കാവൽ നിങ്ങൾ അനുഭവിക്കുന്നുവോ? പരിശുദ്ധാത്മാവിൻ്റെ ആ സഖിത്വം, പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ ഇരിക്കുന്ന ആ മഹാഭാഗ്യം നിങ്ങൾ അനുഭവിക്കുന്നുവോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങണം. കർത്താവേ, എനിക്ക് അങ്ങനെ ആത്മാവിനെ അനുഭവിക്കണം, എൻ്റെ മേൽ അവിടുത്തെ ആത്മാവൊന്ന് പരിവർത്തിക്കണം. ഈ തങ്കച്ചിറകടി എന്നെ ഒന്ന് കേൾപ്പിക്കണം. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളിക്കളഞ്ഞവനാണ് ഞാൻ. എനിക്കൊരു നന്മയും പറയാനില്ല കർത്താവേ. എങ്കിലും വീണ്ടും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, തീർച്ചയായും കർത്താവ് പ്രവർത്തിക്കും. തീർച്ചയായും കർത്താവ് ഇടപെടും. തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരും, നമ്മിലേക്ക് വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മെ വഴി നടത്തും. തിരുത്തേണ്ടതെല്ലാം മാറ്റിത്തരും, വിശുദ്ധീകരിക്കേണ്ടതെല്ലാം വിശുദ്ധീകരിക്കും. പാപബോധം തന്ന് അതിൽ നിന്ന് അനുതാപത്തിലേക്ക് നമ്മളെ നയിച്ച് ചിലതെല്ലാം കൊടുത്തു തീർക്കാനുള്ളത്, ഏറ്റുപറയാനുള്ളത് നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഏറ്റുപറയിപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു കൂട്ടം മണവാട്ടിയെ ഒരുക്കുവാൻ പിതാവ് അയച്ചിരിക്കുന്ന നല്ല കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നല്ല സമയം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് കൊടുക്കാം. കർത്താവേ, ഞാൻ ആകേണ്ടതുപോലെ എന്നെ ആക്കണമേ. ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ ആകേണ്ടത് എങ്ങനെയാണോ അതുപോലെ എന്നെ ആക്കണമേ. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുത്തെ അത്യന്ത ശക്തി എൻ്റെ മേൽ പകർന്ന് അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ. അവിടുന്ന് കൃപയിൽ എന്നെ പൊതിയണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് അപേക്ഷിക്കാമോ? നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? We welcome you, Holy Spirit. We worship you, Holy Spirit. We obey you, Holy Spirit. We respect you, Holy Spirit. We follow you, Holy Spirit. ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ വാക്കുകൾ നാം ഹൃദയം തുറന്നു പറഞ്ഞാൽ സകലത്തെയും അറിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ആത്മീയമായും ഭൗതികമായുള്ള നന്മ കൊണ്ട് നമ്മെ നിറയ്ക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് ഇവിടെ നിർത്തുവാൻ പരിശ്രമിക്കട്ടെ. നമ്മളധികം പഠിച്ചില്ല, പക്ഷെ പ്രധാനപ്പെട്ട കാര്യമാണ് പഠിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് മകളെ, പ്രിയ മകനെ, ഇന്ന് നിൻ്റെ മേൽ പരിവർത്തിക്കുവാൻ, നിന്നിൽ പ്രവർത്തിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ നിൻ്റെ അരികിൽ വന്നിരിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ, നാഥ, അവിടെ നിൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. യേശുവേ, വന്ന് വാഴണമേ. ഇനി ഞാനല്ല, എന്നിൽ അങ്ങാണ്. അവിടുന്നാണ് വസിക്കേണ്ടത്.
അവിടുന്നാണ് എന്നെ ഭരിക്കേണ്ടത്, അവിടുന്നാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. എന്നെയും എനിക്കുള്ളതിനെയും എൻ്റെ സ്വയത്തെയും യേശുവെ അവിടുത്തെ ക്രൂശിന് വീട്ടിൽ സമർപ്പിക്കുന്നു. നാഥ, എന്നെ കഴുകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് തിരുവചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ അദൃശ്യകരം വരണമേ. അവിടുന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് അലങ്കരിക്കണമേ. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടുവോ? ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടോ? തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുക, പഠിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.